പുതുചരിത്രം. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ലോക്സഭാ സ്പീക്കറിന്റെ ചെയറിന് സമീപം ചെങ്കോൽ സ്ഥാപിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ലളിതവും പ്രൗഢഗംഭീരവുമായിരുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ്. രാവിലെ 7:30 പുതിയ മന്ദിരത്തിലേക്ക് എത്തിയ പ്രധാനമന്ത്രി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. പിന്നീട് ഗണപതി ഹോമം അടക്കമുള്ള പൂജാകർമ്മങ്ങൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പുരോഹിതർ പൂർണ്ണകുംഭം നൽകിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ചെങ്കോലിനു മുന്നിൽ പ്രധാനമന്ത്രി നമസ്കരിച്ചു. തിരുവാടുത്തുറൈ പ്രതിനിധി കൈമാറിയ ചെങ്കോൽ ലോക്സഭാ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം സ്ഥാപിച്ചു. ലോക്സഭയിൽ നിലവിളക്ക് തെളിയിച്ചു. ഉദ്ഘാടന ഫലകവും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ തൊഴിലാളികളെ ആദരിച്ചു. ശേഷം സർവമത പ്രാർത്ഥനയോടെ ഉദ്ഘാടന ചടങ്ങിന്റെ ആദ്യഘട്ടം സമാപിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് രണ്ടാം ഘട്ട ചടങ്ങുകൾ ആരംഭിച്ചത്. വീർ സാവർക്കറുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ലോക്സഭാ ഹാളിൽ എത്തിയത്. കരഘോഷങ്ങളോടെ ക്ഷണിക്കപ്പെട്ട സദസ് പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെയും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെയും സന്ദേശം രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ചടങ്ങിൽ വായിച്ചു. പുതിയ പാർലമെന്റിനെ കുറിച്ചുള്ള വീഡിയോയും പ്രദർശിപ്പിച്ചു. 75 രൂപ നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി. अवगत करा दूं कि 75 रुपए का यह स्मारक सिक्का भारत सरकार के कोलकाता टकसाल ने चांदी, तांबा, निकेल एवं जिंक धातुओं के मिश्रण से तैयार किया है. ഇതിനുശേഷമായിരുന്നു പ്രധാനമന്ത്രി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും വിധി നിർണ്ണയിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഇടമാകും പുതിയ പാർലമെന്റ് മന്ദിരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇവിടെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സഹായിക്കും. നാടിന്റെയും ജനങ്ങളുടെയും വികസനമാണ് പ്രചോദനം. കഴിഞ്ഞ 9 വർഷത്തിനിടെ രാജ്യത്ത് 4 കോടി പാവപ്പെട്ടവർക്ക് വീടും 11 കോടി ടോയ്ലറ്റുകളും നിർമ്മിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ സംതൃപ്തി തോന്നുന്നുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आने वाली सदियों को सजाने संवारने वाला है. यहां होने वाला हर निर्णय आने वाली पीढ़ियों को सशक्त करने वाला होगा. यहां होने वाला हर निर्णय भारत के उज्ज्वल भविष्य का आधार बनेगा. गरीब, दलित, पिछड़ा, आदिवासी, दिव्यांग, समाज के हर वंचित परिवार के सशक्तिकरण का, वंचितों को वरीयता का रास्ता यहीं से गुजरता है. इस नए संसद भवन की हर ईंट, हर दीवार, इसका कण कण गरीब के कल्याण के लिए समर्पित है. ആസാദി കാ അമൃത് കാൽ ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യത്തിന് ഒരു പുതിയ പാർലമെന്റ് സമ്മാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
പുതിയ പാർലമെന്റ് ഒരു കെട്ടിടം മാത്രമല്ല, 140 കോടി ജനങ്ങളുടെ അഭിലാഷത്തിന്റെ പ്രതീകമാണ്. ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് ഇത് ലോകത്തിന് നൽകുന്നത്. സ്വാശ്രയ ഇന്ത്യയുടെ ഉദയത്തിന് ഈ പുതിയ പാർലമെന്റ് സാക്ഷ്യം വഹിക്കും. പുതിയ പാർലമെന്റ് സമുച്ചയം വികസിത ഇന്ത്യ എന്ന പ്രമേയം സാക്ഷാത്കരിക്കും എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ये सिर्फ एक भवन नहीं है, ये 140 करोड़ भारतवासियों की आकांक्षाओं और सपनों का प्रतिबिंब है. ये विश्व को भारत के दृढ़ संकल्प का संदेश देता हमारे लोकतंत्र का मंदिर है. ये नया भवन हमारे स्वतंत्रता सेनानियों के सपनों को साकार करने का माध्यम बनेगा. പുതിയ പാർലമെന്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. വരും കാലങ്ങളിൽ സീറ്റുകളുടെയും എംപിമാരുടെയും എണ്ണം കൂടും. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം വഴി 60,000 തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം പ്രതിപക്ഷം വലിയ വിമർശനങ്ങളുമായാണ് രംഗത്തെത്തിയത്. പാർലമെന്ററി ജനാധിപത്യത്തിലെ കറുത്ത ദിനമാണ് ഇതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ക്ഷണിക്കാത്തത് അവഹേളനമാണ്. സവർക്കറുടെ ദിനം തന്നെ തെരഞ്ഞെടുത്തതിൽ സവർണ വർഗീയ അജണ്ടയുണ്ട്. ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങളോട് BJPക്ക് ബഹുമാനമില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പുതിയ പാർലമെന്റ് മന്ദിരത്തെ ശവപ്പെട്ടിയുടെ ആകൃതിയോട് ഉപമിച്ച് RJD. ട്വിറ്ററിലൂടെയാണ് RJDയുടെ പരിഹാസം. പുതിയ പാർലമെന്റിന്റെ ചിത്രത്തിനൊപ്പം ശവപ്പെട്ടിയുടെ ചിത്രവും ഉൾപ്പെടുത്തി. എന്തിനാണെന്ന ചോദ്യത്തോടെയാണ് RJD ട്വീറ്റ് ചെയ്തത്. ചോദ്യത്തിന് മറുപടിയായി BJP രംഗത്തെത്തി. RJDയുടെ ഭാവി എന്നതിൻ്റെ പ്രതീകമാണ് ശവപ്പെട്ടി എന്നാണ് BJPയുടെ മറുപടി. പുതിയ പാർലമെന്റിലേക്ക് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധ മാർച്ച് ഡൽഹി പോലീസ് തടഞ്ഞു. പോലീസ് തീർത്ത ബാരിക്കാഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ വനിതാ താരങ്ങളെയും പുരുഷ താരങ്ങളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സമാധാനമായി നീങ്ങിയ മാർച്ചിനുള്ളിൽ കടന്ന് തങ്ങളെ പോലീസ് വലിച്ചഴച്ച് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ഗുസ്തി താരങ്ങൾ ആരോപിച്ചു. तारंगले कस्टडीलेडुत्तु नीकी पुलिस ने पूरी बैरिकेडिंग कर दी और हमारे बहुत सारे लोगों को 1000-2000 लोगों को तो डिटेन कर चुके हैं, चाहे वो हरियाणा में हो, दिल्ली में हो, कहीं पे भी हो, उनके घर पे पुलिस बैठा दी है। और जो लोग बोल रहे हैं ना कि आज ब्रजभूषण के भाई मैं 15 लाख आदमी इकट्ठे कर दूंगा जिस पे आरोप लग रहे हैं, उसको तो ये आज़ादी दे रहे हैं। और यहाँ एक जो ये देश की बेटी है जो न्याय मांग रही है। താരങ്ങളെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയതിനു പിന്നാലെ ജന്തർ മന്ദറിലെ സമരവേദിയിലെ കൂടാരങ്ങളും പോലീസ് പൊളിച്ചു നീക്കി. ഡൽഹിയിൽ BJP മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച് പ്രധാനമന്ത്രി. യോഗത്തിൽ നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത്. മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തു. പാർലമെന്റ് മന്ദിര ഉദ്ഘാടനത്തിന് ശേഷമായിരുന്നു യോഗം. സംസ്ഥാനങ്ങളിലെ വികസന പ്രവർത്തനങ്ങളായിരുന്നു അജണ്ടയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പും ചർച്ചയായെന്നും അറിയുന്നു. BJP ആസ്ഥാനത്താണ് യോഗം വിളിച്ചു ചേർത്തത്. മണിപ്പൂരിൽ ഇന്നും സംഘർഷം. 4 പേർ കൊല്ലപ്പെട്ടു. സുഗുനുവിൽ 3 പേരും ഫാഹ് എ ഹിനിങ്ങിൽ ഒരാളും വെടിയേറ്റ് മരിച്ചു. തുടർന്ന് സുരക്ഷാസേനയും ആയുധധാരികളും അക്രമികളും ഏറ്റുമുട്ടി. അക്രമങ്ങളിലേറെയും ചുരാചാന്ദ്പൂരിന് സമീപമാണ് ഉണ്ടായത്. മണിപ്പൂരിൽ ഇതുവരെ 40 തീവ്രവാദികൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് മുഖ്യമന്ത്രി N. ബിരേൻ സിംഗ് അറിയിച്ചത്. കരസേനാ മേധാവി മണിപ്പൂർ സന്ദർശിക്കവെയാണ് സംഘർഷം. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മനോജ് പാണ്ഡെ ഡൽഹിക്ക് തിരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ മണിപ്പൂർ സന്ദർശിക്കും. മണിപ്പൂരിൽ ഇതുവരെ 30 ഭീകരരെ വധിച്ചെന്ന് മുഖ്യമന്ത്രി N. ബിരേൻ സിംഗ്. നിരവധി അക്രമികളെ അറസ്റ്റ് ചെയ്തു. കരസേനാ മേധാവി മനോജ് പാണ്ഡെയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ബിരേൻ സിംഗ് കണക്ക് പുറത്തുവിട്ടത്.
പിടിതരാതെ അരിക്കൊമ്പൻ. തമിഴ്നാട് വനം വകുപ്പിന്റെ ദൗത്യ സംഘത്തിന് പിടികൊടുക്കാതെ അരിക്കൊമ്പൻ. ഒറ്റയാൻ മേഘമല കടുവാ സങ്കേതത്തിലെ ഉൾവനങ്ങളിലേക്ക് വലിഞ്ഞു. ക്ഷീണിതനായതിനാൽ ഉടനെ ജനവാസ മേഖലയിലേക്ക് തിരികെ എത്തില്ല എന്നാണ് വിലയിരുത്തൽ. അരിക്കൊമ്പൻ തിരികെ എത്തിയാൽ മയക്കുവെടിവെച്ച് പിടികൂടാൻ ദൗത്യസംഘം മേഖലയിൽ തുടരുകയാണ്. ചിന്നക്കനാലിൽ വനം വകുപ്പിനെ വട്ടം കറക്കിയതുപോലെ തന്നെ കമ്പത്തും തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുറ്റിക്കുകയാണ് അരിക്കൊമ്പൻ. GPS കോളർ സിഗ്നൽ പ്രകാരം മേഘമല കടുവാ സങ്കേതത്തിലാണ് അരിക്കൊമ്പനുള്ളത്. ഇന്നലെ രാത്രി കമ്പത്ത് നിന്നും കമ്പമേട് റോഡിലേക്ക് കയറിയ കൊമ്പൻ പുലർച്ചെ പ്രത്യക്ഷപ്പെട്ടത് നേരെ എതിർദിശയിലുള്ള ചുരുളിപ്പെട്ടി വെള്ളച്ചാട്ടത്തിന്റെ സമീപമാണ്. പിന്നീട് ആനഗജം വഴി കുത്തനാച്ചിയാർ വനമേഖലയിലേക്കും തുടർന്ന് മേഘമല ഭാഗത്തേക്കും ആന കടന്നു. അരിക്കൊമ്പൻ തിരികെ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട് വനമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും കമ്പത്തെത്തി. இந்த யானையினால மக்களுக்கு எந்த ஆபத்து வரக்கூடாது ஒன்று. இன்னொன்று அதை பார்த்து அதை பயந்து மக்கள் விரட்ட ஆரம்பிச்சாங்க, கத்தல் கூச்சலிட ஆரம்பிச்சாங்கன்னா அப்புறம் அதுல யானை பயந்து மறுபடியும் மக்களை தாக்க நேரிடும். இது யானைக்கும் பிரச்சனை, மிக முக்கியமா அங்க இருக்கிற மக்களுக்கும் பிரச்சனை. அதனால இது ஒரு அமைதியான ஒரு நிலைமையை கொண்டு வந்து யானையை நம்ம பிடிக்கிறதுக்காகவோ இல்ல திருப்பி பாதுகாக்கப்பட்ட വനപகுதிகளில் വിടുறதுக்கு അனைத்து മുയற்சிയും എടുത്തുകൊണ്ട് வருகிறோம். മേഘമല കടുവാ സങ്കേതത്തിലേക്ക് കയറിയ അരിക്കൊമ്പൻ ഉടനെ തിരികെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കുറവാണെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. അരിക്കൊമ്പൻ തിരികെ എത്തിയാൽ മയക്കുവെടി വെക്കുന്നതിനുൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി വനംവകുപ്പ് സജ്ജമാണ്. ന്യൂസ് 18 കമ്പം. തമിഴ്നാട് അരിക്കൊമ്പനെ പിടികൂടി കുങ്കി ആനയാക്കട്ടെ എന്ന് MM മണി MLA. ജനവാസ മേഖലയിൽ എത്തിയ ഉടൻ ആനയെ പിടികൂടാൻ തമിഴ്നാട് ശ്രമം ആരംഭിച്ചു. കേരളത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് കണ്ടുപഠിക്കണം. റേഡിയോ കോളർ പ്രവർത്തിക്കുന്നതാണോ എന്ന് ആർക്കെങ്കിലും അറിയാമോ എന്നും MM മണി ചോദിച്ചു. സ്പോർട്സ്. IPL 16ാം സീസണിൽ ഇന്ന് കലാശ പോരാട്ടം. നിലവിലെ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസ് IPL ചരിത്രത്തിലെ കരുത്തരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിൽ രാത്രി 7:30 മത്സരം. 10ാം തവണയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് IPL ഫൈനൽ കളിക്കുന്നത്. ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച നായകനും ഇന്ത്യയുടെ ഭാവി സൂപ്പർ നായകനും തമ്മിലുള്ള പോരാട്ടമാണ്. ധോണിയുടെ പരിചയസമ്പത്തിന് ഹാർദിക് കരുതി വെക്കുന്ന മറുപടി ഇന്ത്യയുടെ യുവ സെൻസേഷൻ ശുഭ്മാൻ ഗില്ലും. 16ാം സീസണിലെ ഏറ്റവും കരുത്തുറ്റ രണ്ടു സംഘങ്ങൾ തന്നെ ഫൈനലിനിറങ്ങുന്നുവെന്നത് ശ്രദ്ധേയം. ലീഗ് ഘട്ടത്തിൽ 1-2 സ്ഥാനങ്ങളിലെത്തിയവർ തന്നെ കലാശപ്പോരിലും. ആദ്യ ക്വാളിഫയറിൽ ഗുജറാത്തിനെ തോൽപ്പിച്ചതാകും ധോണിയുടെ ആത്മവിശ്വാസം. എന്നാൽ ചെപ്പോക്കിലെ റണ്ണില്ല പിച്ചല്ല അഹമ്മദാബാദിൽ. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്തവരുടെ ശരാശരി സ്കോർ 193 1 ലക്ഷം കാണികൾക്ക് മുന്നിൽ സ്വന്തം തട്ടകത്തിൽ ഗുജറാത്ത് ഇറങ്ങുമ്പോൾ ചെന്നൈക്ക് കാര്യങ്ങൾ ടൈറ്റ് ആകും. ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റിംഗ് മികവിനൊപ്പം മുഹമ്മദ് ഷമി എന്ന ഇന്ത്യൻ എഞ്ചിനും ഗുജറാത്തിന്റെ കരുത്താണ്. ഓൾറൗണ്ട് മികവിൽ റാഷിദ് ഖാനും. ആദ്യം ബാറ്റ് ചെയ്യുക എന്നതാകും ടോസ് നേടുന്ന ക്യാപ്റ്റന്റെ ലക്ഷ്യം. മഴമേഘങ്ങൾ അഹമ്മദാബാദിനെ വട്ടമിടുന്ന സന്ധ്യയാണ് ഇന്നത്തേത്. എന്നാൽ ആശങ്കയ്ക്ക് വകയില്ല. ആകാശത്തോളം ഉയരെ ആഘോഷവുമായി തിരികെ കയറുന്ന സംഘം ഏതാകുമെന്ന ചോദ്യം മാത്രം ബാക്കി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. IPL ഫൈനൽ മത്സരം തത്സമയം കാണാം ജിയോ സിനിമയിൽ രാത്രി 7:30 മുതൽ. മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ചരിത്രമെഴുതി മലയാളി താരം HS പ്രണോയ്. ഫൈനലിൽ ചൈനീസ് താരം ഹോങ്യാങ്ങിനെ തോൽപ്പിച്ച് പ്രണോയ് കിരീടം നേടി. ആദ്യ ഗെയിമിൽ 21-19 പ്രണോയ്, രണ്ടാം ഗെയിമിൽ 13-21 നഷ്ടമായി. ഒപ്പത്തിനൊപ്പം നിന്ന മൂന്നാം ഗെയിം 21-18 പ്രണോയ് സ്വന്തമാക്കിയത്. മലേഷ്യൻ മാസ്റ്റേഴ്സ് ജയിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരുഷ താരമാണ് പ്രണോയ്. വാർത്തകൾ തുടരുന്നു. പത്തനംതിട്ടയിൽ അച്ഛൻ കോവിലാറിൽ കാണാതായ കുട്ടികൾ മരിച്ചു. വെട്ടൂർ സ്വദേശികളായ അഭിലാഷ്, അഭിരാജ് എന്നിവരാണ് മരിച്ചത്. മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഫുട്ബോൾ കളിക്ക് ശേഷം കടവിൽ കുളിക്കാനെത്തിയതായിരുന്നു കുട്ടികൾ.
കോഴിക്കോട് കോടഞ്ചേരി പതങ്കയം വെള്ളച്ചാട്ടത്തിൽ വീണ് യുവാവ് മരിച്ചു. എരിഞ്ഞിപ്പാലം സ്വദേശി അമൽ ആണ് മുങ്ങി മരിച്ചത്. കുളിക്കുന്നതിനിടെ കയത്തിൽ അകപ്പെടുകയായിരുന്നു. അപകട സാധ്യതയുള്ളതിനാൽ പതങ്കയത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. പുഴയുടെ മറുഭാഗത്തു കൂടിയാണ് 4 അംഗ സംഘം പുഴയിൽ ഇറങ്ങിയത്. കളിക്കുന്നതിനിടെ കയത്തിൽ അകപ്പെടുകയായിരുന്നു. IPL ക്യാമറ വിവാദത്തിൽ സർക്കാരിനെതിരെ വീണ്ടും രമേശ് ചെന്നിത്തല. ക്യാമറ ഓരോന്നിനും തോന്നും പോലെ വിലയിട്ടു. ഒരു ക്യാമറയ്ക്ക് 10 ലക്ഷം രൂപ വരെ ആക്കി മാറ്റിയ മായാജാലം. അക്ഷര കമ്പനിയുമായി ബന്ധപ്പെട്ട രേഖകളും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. ഒരു സ്വകാര്യ കമ്പനിയുടെ ട്രേഡ് സീക്രട്ട് പുറത്താകുമെന്ന് പറയുന്ന വിചിത്ര മറുപടിയാണ് വിവരാവകാശ ചോദ്യത്തിന് കെൽട്രോൺ നൽകിയതെന്നും ചെന്നിത്തല വിമർശിച്ചു. കാട്ടുപന്നികളെ കൊല്ലാൻ അനുമതി നൽകുന്ന പുതിയ ഉത്തരവ് സർക്കാർ ഇറക്കി. പൊതുജനങ്ങളുടെ പരാതിയിൽ വൈൽഡ് ലൈഫ് വാർഡൻ ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉണ്ടായിരുന്ന അധികാരമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൂടി നൽകാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. സീറോ മലബാർ സഭ കുർബാന ഏകീകരണത്തിൽ അടിയന്തര സെനഡിന് വത്തിക്കാൻ നിർദ്ദേശം നൽകി. കുർബാന ഏകീകരണം സംബന്ധിച്ച് തർക്കം പരിഹരിക്കാനാണ് യോഗം. ജൂൺ 12 മുതൽ 16 വരെ സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിലാണ് അടിയന്തര സിനഡ് നടക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 18-കാരി മരിച്ചതിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം. ആറ്റിങ്ങൽ സ്വദേശിയായ മീനാക്ഷി അലർജിക്കാണ് ചികിത്സ തേടിയത്. എന്നാൽ മറ്റു പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ തിരിച്ചയക്കുകയായിരുന്നു. യാത്രക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട പെൺകുട്ടിയെ തിരിച്ച് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ ആയില്ല. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5545 രൂപ, പവന് 44,360 രൂപ, വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോ 77,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3749 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രത്യേക IPL പരിപാടിയുമായി എൽദോ ചേരും.